നമ്മുടെ സിയാദ് ഓടി വിളിക്കുമ്പോൾ ഓടിയെത്തിയ സിയാദ് രണ്ടു വാക്ക് സംസാരിക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന നമ്മുടെ എല്ലാം വിശിഷ്ടാതിഥി, വിശിഷ്യ ഈ മണ്ഡലത്തിൽ UDF-ന്റെ സ്ഥാനാർത്ഥി കൂടിയായിരുന്ന ശരത്ചന്ദ്ര പ്രസാദ് അവർ, എൻ്റെ പ്രിയ സുഹൃത്ത് കൂട്ടുകാരൻ സുന്ദർ, എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ അനസ് അഡ്വക്കേറ്റ്, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സാജൻലാൽ, മറ്റ് ഹസൻ സാഹിബ്, മറ്റു വേദിയിലിരിക്കുന്ന എന്നെ ശ്രമിക്കുന്ന വിദ്യാർത്ഥിനികളെ, രക്ഷകർത്താക്കളെ, നമ്മുടെ UDF സർക്കാർ അധികാരത്തിലേറിയിട്ട് ഒത്തിരി ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ അവർ തന്നെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുകയാണ്. കാരണം ഇവിടെ നമ്മുടെ ജ്യേഷ്ഠ സഹോദരൻ ശരത്ചന്ദ്ര പ്രസാദ് സൂചിപ്പിച്ചതുപോലെ ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ്. ഞാൻ ഓൾ ഇന്ത്യ മദ്യനിരോധന സമിതിയുടെ സംസ്ഥാന ട്രഷറർ കൂടിയാണ്. അപ്പോൾ തെരുവീതികളില് ഒത്തിരി പ്രസംഗങ്ങൾ ഞങ്ങൾ നടത്താറുണ്ട്, വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്നതിന്റെ കാര്യങ്ങളെയൊക്കെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ. അപ്പൊ ഇതിപ്പോൾ സർക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ്. അത് അഭിമാനകരമാണ്. കാരണം വിദ്യാലയങ്ങളിൽ എങ്ങനെ ലഹരി എത്തുന്നു എന്ന് കഴിഞ്ഞ സർക്കാരിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ അവർ പണമാഫിയകളുടെ കൂടെയായിരുന്നു, അവർ ഇതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് ആയിരുന്നു. അതിന് വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു ഗവൺമെന്റ് മാറിയിരിക്കുന്നത്. അത് നല്ല കാര്യമാണ്, അഭിനന്ദനകരമാണ്. പിന്നെ നമുക്ക് വിദ്യാഭ്യാസം നേടിയാൽ മാത്രമേ ഈ നാട്ടിൽ രക്ഷയുള്ളൂ. ആ വിദ്യാഭ്യാസം ഇല്ലാതെ വന്നാലുള്ള അവസ്ഥ എന്ത് എന്ന് ഈ ഒത്തിരി മുതിർന്നവരെടുത്ത് ചോദിച്ചാൽ മനസ്സിലാവും. കാരണം ഇന്ന് ഗൾഫ് നാടുകളിലൊക്കെ വളരെ പ്രതിസന്ധി അനുഭവിക്കുകയാണ്. അവർ ഇവിടെ വന്നാൽ ചിലപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഗൾഫിൽ പോയ ആൾക്കാരായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവർ ഇവിടെ തിരിച്ചു വന്നാൽ അവരെ ഇവിടെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യുമെന്നുള്ള ഒരു വ്യാകുലതയിലാണ് ഇരിക്കുന്നത്. പക്ഷെ നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമ്മൾ ഏത് പ്രതിസന്ധിയെയും നമ്മൾ എന്നും മറികടക്കും. കാരണം ഈ നാട്ടിൽ പഠിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു സമര പോരാട്ടം നടത്തിയ ഒരു നാട്ടിലാണ് ഞാൻ ഇന്ന് സ്ഥിതി ചെയ്യുന്നത്. അത് ഏത് നാട് എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ല തന്നെയാണ്. അന്ന് അയ്യങ്കാളി ഈ മക്കളെ പഠിപ്പിക്കുവാൻ വേണ്ടി, സ്കൂൾ തുറക്കുന്നതിന് വേണ്ടി, മക്കളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ജമ്മിമാരുടെ പാടശേഖരങ്ങൾ കൊയ്യില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ മക്കളെ കൂടി പഠിപ്പിക്കാൻ മാത്രം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പാടശേഖരങ്ങൾ കൊയ്യുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രഖ്യാപനം നടത്തിയ ഈ നാട്ടിലാണ് അന്നത്തെ വിദ്യാഭ്യാസമല്ല ഇന്നത്തെ വിദ്യാഭ്യാസം. ഇന്ന് ഏവർക്കും സമ്പുഷ്ടമായിട്ട് ഗവൺമെന്റ് സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നു. ഇവിടെ ഈ സീനത്ത് ഹസനും ഹസൻ സാഹിബും ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പരിപാടി ചെറിയ കാര്യമൊന്നുമല്ല. അവർ ആരുടെയും കയ്യിൽ നിന്ന് വാങ്ങാതെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പോലും മാറ്റിവെച്ചിരിക്കുന്ന പണത്തിൽ നിന്ന് നിങ്ങളെ സഹായിക്കുകയാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, എന്റെ ബാക്കിലുള്ള ഒരു ചിത്രമുണ്ട്, രാഹുൽ ഗാന്ധിയുടെ ചിത്രം. ഭാവിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവാൻ കഴിവുള്ള, ശേഷിയുള്ള, ഇന്ത്യൻ മതേതരത്വത്തിന് നെഞ്ചോടടുക്കി പിടിക്കുന്ന ഒരേ ഒരു മനുഷ്യനാണ് ഈ മനുഷ്യൻ. ഈ മനുഷ്യന്റെ കരങ്ങൾക്ക് ശക്തി പകരുന്ന ഈ പ്രസ്ഥാനമാണ് രാഹുൽ ഗാന്ധി ഫോറം. ഇതിന് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ സംഘടനയായ KDP കേരള ഡെമോക്രാറ്റിക് പാർട്ടിയുടെയും ഞാൻ നിലകൊള്ളുന്ന ചാരിറ്റി സംഘടനയായ ഹൃദയസ്പർശം ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും എല്ലാവിധ ആശംസകളും ഇവർക്ക് നൽകുന്നു. ഇവർ ഇനിയും പിൽക്കാലത്ത് വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ ചെറിയ വാക്കുകൾ ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ബഹുമാന്യരെ, ഞാൻ ട്രിവാൻഡ്രത്ത് 12 വർഷമായി, 13ാമത്തെ വർഷമാണ്